ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി, കുറ്റിപ്പുറം, പുത്തനത്താണി. എടരിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെന്റർ അക്കാദമി മോണ്ടിസ്റ്റോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിജയകരമായി മോണ്ടിസ്റ്റോറി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി മുഹമ്മദ് സലീം നിർവഹിച്ചു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കപ്പെടുന്നതോടെ മോണ്ടിസോറി വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം തൊഴിൽ അവസരങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ മുഹമ്മദ് സലീം പറഞ്ഞു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നപ്പോഴേ പ്രീ സ്കൂളിലല്ലോ 3 വയസ്സ് മുതൽ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്ത് ഈ ഒരു കോൺവൊക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അധ്യാപനം അല്ലെങ്കിൽ അക്കാഡമിക് മേഖല എന്ന് പറയുന്ന വലിയൊരു മേഖല നിങ്ങളെ 2 കൈയിൽ നീട്ടി സ്വീകരിക്കും. കാരണം ലക്ഷക്കണക്കിന് അധ്യാപകരുടെ പ്രീ സ്കൂൾ അധ്യാപകർ എന്ന് ഞാൻ പറയില്ല, സ്കൂൾ അധ്യാപകരുടെ വേക്കൻസിയാണ് നിങ്ങളെ കാത്ത് ഇരിക്കുന്നത്. പ്രീ സ്കൂളിൽ 3 വയസ്സ് മുതൽ അത് സ്കൂളിന്റെ ഭാഗമായി മാറി. അക്കാദമിക് ഡയറക്ടർ നൌഷാദ് പുല്ലമ്പലവൻ അധ്യക്ഷനായിരുന്നു. ഭാരത് സേവക് സമാജ് പ്ലാനിംഗ് സെക്രട്ടറി നസീമുദ്ദീൻ ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മെന്റർ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ യൂസഫ് തൈക്കാടൻ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് കുറ്റിപ്പാല ഗാർഡൻ വാലി സ്കൂൾ വൈസ് ചെയർമാൻ KP സൈദലവി ഹാജി, കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ESC കുഞ്ഞിമോൻ, തിരൂർ പഴങ്കുളങ്ങര HMS മാനേജർ മുഹമ്മദ് ഫാസിൽ, യാസർ മൊയ്തീൻ, മെന്റർ അക്കാദമി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ മേരി ഗോവിന്ദരാജ്, സുജിത എന്നിവരും സംസാരിച്ചു. അക്കാദമിയിൽ ജനുവരിയിൽ ആരംഭിക്കുന്ന കലണ്ടർ ഇയർ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചതായി മാനേജിംഗ് ഡയറക്ടർ യൂസഫ് തൈക്കാടൻ അറിയിച്ചു. മലബാർ ന്യൂസ്, പുത്തനത്താണി.